1000-ലധികം കൽപ്പനകൾ അല്ലാഹു തആല ഖുർആനിൽ കൂടി പറഞ്ഞത് നമ്മളോടാണ്. 700-ലധികം വിരോധങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുണ്ട്, അതും നമ്മളോടാണ്. എന്നിട്ട് അല്ലാഹു തആല ഇത്രയും കൽപ്പനകളും ഇത്തരം വിരോധങ്ങളും പറഞ്ഞിട്ട് അല്ലാഹു തആല ചോദ്യം ചോദിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഈ ചോദ്യം എന്നോടാണ്, നിങ്ങളിൽ ഓരോരുത്തരോടാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടാണ്. നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം രണ്ട് ഉത്തരമാണ് നമ്മുടെ മുന്നിൽ. ഒന്നെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന്. ഇത്രയും കാലം ജീവിച്ചിട്ടും എന്താണ് ഖുർആനിൽ അള്ളാഹു നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇനി ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവനെ പറ്റി അല്ലാഹു തആല പറയുന്നത് കമസലിൽ ഹിമാർ, അവനൊരു കഴുതയെ പോലെയാണ് എന്ന്, ഒരു ഹിമാറിനെ പോലെയാണ്, ഒരു കുതിരയെ പോലെയാണ് എന്ന്. എങ്ങനത്തെ കുതിര? കഴുതയെ പോലെയാണെന്ന്. എങ്ങനത്തെ കഴുത? ഗ്രന്ഥം ചുമന്ന കഴുത. ഒരു വലിയ ഗ്രന്ഥത്തിന്റെ കെട്ടുകൾ ആ കുതിരയുടെ പുറത്തേക്ക് കൊടുത്താൽ അത് വഹിച്ച് അത് നടന്നുകൊള്ളും. പക്ഷേ ആ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം ആ കുതിരക്കറിയാത്തതുപോലെ, ആ ജീവിക്കറിയാത്തതുപോലെ ഖുർആനിന്റെ അവകാശികളാണ്, ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ എന്താണ് നമ്മളോട് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാത്ത, മനസ്സിലാക്കാത്ത, പഠിക്കാൻ തയ്യാറാകാത്തവനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞത് കമസലിൽ ഹിമാർ, കഴുതയെ പോലെയാണ്. പിന്നെയോ അത് ഉൾക്കൊണ്ടവനെ പറ്റിയിട്ട് പറയുന്നത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്താൽ അവന്റെ ഈമാൻ വർദ്ധിക്കും. കാരണം അതിലുള്ള ആശയവും അവൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏത് കൂട്ടരിൽ, ഏത് വിഭാഗത്തിൽ? നേരത്തെ അള്ളാഹു പറഞ്ഞ മസലിൽ ഹിമാറിൽ പെട്ടതാണോ? അതല്ല. രണ്ടാമത് സാദതുഹും ഈമാന എന്ന വിഭാഗത്തിൽ പെട്ടതാണോ? നമുക്ക് നമ്മളോട് ചോദിക്കാം, ഉത്തരം കണ്ടെത്താം.